पति ब्रह्मचारी। ആരെങ്കിലും എന്റെ പ്രോപ്പർട്ടീസിൽ തൊടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും അല്ലല്ലോ, ഞാൻ ഇയാളുടെ ഭാര്യയല്ലേ. പിന്നെ നമ്മൾ തമ്മിലൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇയാളുടെ ഫോണും ഡയറിയും ഒക്കെ നോക്കിയാൽ എന്താ കുഴപ്പം? തനിക്ക് വസ്തുക്കൾ കൈയടക്കാൻ പറ്റും, എന്റെ മനസ്സിനെ കൈയടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഇയാളും കൂടെ ജീവിച്ചോ. പക്ഷെ അതില് എന്നെ കൂട്ടണ്ട പ്ലീസ്. ദയവ് ചെയ്തൊന്ന് മാറൂ, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ഇത് വെറും ബ്രഹ്മചാരിയല്ല, പിടിവാശി ബ്രഹ്മചാരിയാ. എപ്പോഴും സീരിയസ് ആയിട്ട് ഇരുന്നോളൂ. ഇന്നലെയും പറഞ്ഞ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ സാറിനോട് ചേട്ടനോട് ഞാൻ എന്താ പറയാ? അടുത്ത 2 ദിവസത്തിനകം 11,580 രൂപ സമ്പാദിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ പെട്ടിയും കിടക്കയൊക്കെ പാക്ക് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. അഥവാ നാളെയും കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. എവിടെ പോവാ? അത് ഞാൻ അമ്പലത്തിൽ പോവായിരുന്നു. ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതിനു വേണ്ടി. നേർച്ച പൂർത്തിയാക്കാൻ വേണ്ടി പോവാണല്ലേ? അതും ഇഷയുടെ ഫേവറേറ്റ് ഫുഡും എടുത്തുകൊണ്ട്. നീ വേണമെങ്കിൽ അമ്പലത്തിൽ പൊയ്ക്കോ, നേർന്ന നേർച്ചയൊക്കെ പൂർത്തിയാക്കിക്കോ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ഒരു കാരണവശാലും ഗുലാബ് സിംഗിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം നീ ഗുലാബ് സിംഗിന്റെ മകനാണ്. പിന്നെ ഇതൊരു ടിഫിൻ ബോക്സുമല്ല, എന്റെ അഭിമാനത്തിന് ഏൽക്കുന്ന കളങ്കമാണ്. കളങ്കം. പിടിക്ക. പപ്പ പറഞ്ഞ ആ ഫയൽസ് ഇതാണ്. ഇനി ഡോക്യുമെന്റ്സും അക്കൗണ്ട്സും പുസ്തകങ്ങളും എല്ലാം ആരവായിരിക്കും നോക്കുക. പക്ഷെ പപ്പ, ഞാനിതെല്ലാം നന്നായി നോക്കുന്നുണ്ടല്ലോ. ഇനി അവൻ നോക്കിക്കോളും. അനുരാഗ്, നിന്റെ തോളിലേക്ക് ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നീ ഖുശ്ബു മോളുടെയും വരാനിരിക്കുന്ന കുഞ്ഞിന്റെയും കാര്യങ്ങൾ വേണം പ്രത്യേകം നോക്കേണ്ടത്. ഓക്കെ? രണ്ട് കാലിൽ എഴുന്നേറ്റ് കൊണ്ട് മാത്രം ഒരാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല പപ്പ. ഈ കുട്ടിപ്പെൺകിനെ റോക്കറ്റ് അടക്കണ ഇത്ര എപ്രാളത്തിൽ എങ്ങോട്ടാ പോകുന്നേ? ഇനി അവൾക്ക് ജോലി എങ്ങാനും കിട്ടിയോ?
ഏയ് അതായിരിക്കില്ല. ഇത്ര ഈസി ആയിട്ട് ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ പിള്ളേർക്ക് എപ്പോഴും ജോലി കിട്ടിയേനെ. ഇപ്പൊ നിന്നെ തന്നെ നോക്കിയേ, ഈ ചായക്കടയിൽ ചായ അടിച്ചു നിൽക്കുകയല്ലേ. ശരി മനുഷ്യ, സമ്മതിച്ചു. പക്ഷെ ഇവക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവള് ധൃതി പിടിച്ച് എങ്ങോട്ടായി പോകുന്നത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ പുറകെ ഒന്ന് പോവാം. നിങ്ങൾ ഈ കടയിൽ നോക്കിയോണേ. വേണ്ട വേണ്ട മോണിക്ക, നീ കടയെ അടച്ചാ പോരെ, എന്നിട്ട് ഒരുമിച്ച് പോവാലോ. എന്റെ മനുഷ്യ, അതേ നിങ്ങൾ ഈ കട അടച്ച് എന്റെ കൂടെ ഇറങ്ങുമ്പോഴേക്കും ഇപ്പൊ പോയ സ്വർണ്ണപക്ഷി ഉണ്ടല്ലോ പറന്നങ്ങ് പോവും. പിന്നെ അമ്മയെങ്ങാനും കട അടച്ചിരിക്കണ കണ്ടാലോ അമ്മയുടെ വഴക്ക് മുഴുവൻ കേൾക്കേണ്ടി വരില്ലേ? എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് ശരിയാ. യു ആർ റൈറ്റ്, യു ആർ ഓൾവേസ് റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ചെയ്യ്, നീ അവളുടെ പുറകെ പോയി അവൾ എന്താണ് ചെയ്യുന്ന നോക്ക്. ഞാൻ ഈ കട നോക്കാം. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. ഓൾ ദ ബെസ്റ്റ്. മോനെ അനുരാഗ്, പപ്പ, ആ പ്രതിമ കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നോ? വന്നില്ലേ? ഞാനിപ്പോ ചെക്ക് ചെയ്യാം. ചെല്ല. മോളെ, നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ഇന്ന് നീ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങേണ്ട ദിവസമല്ലേ? ഈ പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടി നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിന് വേണ്ടിയുള്ളതാ. നന്നായി വരട്ടെ. ഖുശ്ബു ചേച്ചിയെ സഹായിക്കാന്ന് ഞാൻ വാക്കു കൊടുത്തു. പക്ഷെ ഈ ഫംഗ്ഷനിൽ സൂര്യചേട്ടനുണ്ടെന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ മറന്നത്? സൂര്യചേട്ടൻ എന്നെ കാണാതിരുന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നതെന്ന് അദ്ദേഹം അറിയും. അഥവാ അനുരാഗേട്ടനും സാറും പ്രതിമയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഈ ബിന്ദിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഒന്നും വിളിച്ചു നോക്കാം. കാവ്യ മാഡം, മുത്തശ്ശിനെ കിച്ചണിലേക്ക് വിളിക്കുന്നുണ്ട്. ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് മാഡം ഈ ഫ്ലവർ ഡെക്കറേഷൻ ഒന്ന് ചെയ്യാമോ? ഇനിയിപ്പോ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് ഇവരോട് എങ്ങനെയാ പറയുന്നത്? പുറത്തേക്ക് പോയ സൂര്യചേട്ടൻ എന്നെ എന്തായാലും കാണും. അയ്യോ, അത് പിന്നെ അല്ല, ഞാൻ പ്ലീസ് കാവ്യ മാഡം. ഒന്ന് ഫോൺ എടുക്ക് ബിന്ദിയ. ദോഷം. പ്രതിമയുടെ അത് പിന്നെ അനുരാഗേട്ട, സത്യം പറഞ്ഞ പ്രതിമ ഞാൻ അത് ശരി, പ്രതിമയിലേ ആയിരിക്കുന്നത്. ഈ പ്രതിമ കൊള്ളാം. ഇത് വേഗം അകത്തേക്ക് കൊണ്ടുപോകാം. ശരി. അതേ കൊണ്ടോ. താങ്ക് യു ബിന്ദിയ. നീ പ്രതിമ കൊടുത്തയച്ചത് കറക്റ്റ് സമയത്താ. നീ മാത്രാണ് ഈ സൂര്യജന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരേ ഒരാൾ. നിന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ബിന്ദിയ പ്ലീസ് ബിന്ദിയ, നീ ട്രൈ ചെയ്ത് ഉറപ്പായി ഇതിനൊരു വഴി കിട്ടും. പ്ലീസ്. ആ പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാന്നാ പറഞ്ഞത്. നിനക്ക് ഞാൻ അതിനേക്കാൾ കൂടുതൽ തരാം. പ്ലീസ്, എങ്ങനെയും ഒന്ന് ട്രൈ ചെയ്യും.
സൂരജേട്ടാ. എന്താ ഇത്? ആ നോക്കിയൊക്കെ നടന്നൂടെ? ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല. പോ അങ്ങോട്ട്, കൊണ്ടുപോ, വേഗം ആവട്ടെ. നിങ്ങളെന്താ ഇവിടെ? ചേട്ടനും മോണിക്ക ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മോണിക്ക, 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 നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളിവിടെ എന്ത് ചെയ്യുക? എനിക്ക് നീ അവിടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നിന്നെ കാണാനായിട്ട് ഞാൻ ഓടി വന്നതാ. നിങ്ങളോട് കട നോക്കാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്ന്. നിനക്കത് അറിയാലോ. വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഓം, ഏ മനുഷ്യ, നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് സൂരജിനോട് പറയ്. അത് പിന്നെ അത് ചേട്ടന് പറയാൻ മടിയുള്ളോണ്ടാ ഇങ്ങനെ തപ്പി തടയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പൊ ഞാൻ കരുതി നമ്മുടെ ചായയെ കുറിച്ച് അവർക്കിടയിൽ പറഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കുമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? ശരിയാ, ഷീസ് റൈറ്റ്. അതൊരിക്കലും നടക്കില്ല. VIP പാർട്ടിയില് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. പിന്നെ വർക്കേഴ്സിന്റെ ID. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് ഇതൊന്നും പോസിബിൾ അല്ല. പ്ലീസ്, നിങ്ങളിവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ദയവ് ചെയ്ത് നിങ്ങളിവിടുന്ന് പോണം പ്ലീസ്. പ്രതിമ, ഈ പ്രതിമ എവിടെ പോയി? അതെന്തായാലും നന്നായി. എന്തായാലും എനിക്ക് സൂരജിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്താൻ പറ്റില്ലോ. ഇനിയിപ്പോ ആ വർക്കേഴ്സ് ബാക്കിയുള്ള സാധനത്തിനോടൊപ്പം പ്രതിമയെ കൊണ്ടുപോയി കാണൂ. എന്താ ഇത്? ആ നോക്കിയൊക്കെ നടന്നൂടെ? എനിക്ക് എങ്ങനെയെങ്കിലും പ്രതിമ വെക്കുന്ന സ്ഥലത്ത് എത്തിയേ പറ്റൂ. അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കണം. കാശ് സമ്പാദിച്ചേ പറ്റൂ. എന്റെ മന്ത്രി സാറേ, എന്തൊക്കെ ഈ പറയുന്നേ? വരൂന്നേ, സാറിന് ഞങ്ങൾ കാത്തിരിക്കുകയല്ലേ. ഇതെങ്ങനെ ഇവിടെ വന്നു? പപ്പ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യും? താങ്ക് ഗോഡ്, ഞാൻ ഇവിടെ പ്രതിമയെ നിൽക്കുന്നെന്നുള്ള കാര്യം പപ്പ അറിഞ്ഞിട്ടില്ല. സർ, ഈ അഴുക്ക് എങ്ങനെ ഇവിടെ വന്നു? വീട്ടിൽ പാർട്ടി നടക്കാൻ പോവുക. വലിയ വലിയ അതിഥികൾ വരുന്ന സ്ഥലമാ. വേഗം വൃത്തിയാക്കാൻ നോക്ക്. വേഗം ആവട്ടെ. സർ സർ, അത് അഴുക്കൊന്നുമല്ല, മഞ്ഞൾ കൈകൊണ്ട് പതിച്ചതാ. ഇതിനെ ശുഭമായിട്ടാണ് കരുതുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിത് മാറ്റിവെക്കാം. സാരമില്ല,
പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള ഈ അടയാളം സ്വന്തം മകളാ പതിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഈ അവസരത്തിൽ നമ്മുടെ ഇഷാമേടം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഞാനും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഐശ്വര്യം കൊണ്ടാ. ഒരു പണി ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം പറയണേ, എന്താ ചെയ്യാ? ഹലോ, അവിടെ അകത്തുള്ള ലൈറ്റ് എന്താ ഇതുവരെ ഓണാവത്തെ? വേഗം ഓണാക്ക്, ചെല്. ബിന്ദിയാണല്ലോ. ഹലോ ബിന്ദിയ, താങ്ക് യു. സോറി സൂരജ്. സോറിയോ? എന്തിന്? നീ പ്രതിമ കൃത്യസമയത്ത് അയച്ചു തന്നത്. പിന്നെ പ്രതിമ വരുന്നത് വരെ ഞാൻ ചെറിയ ടെൻഷനിലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നീ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഉറപ്പായും ചെയ്തിരിക്കുമെന്ന്. ഫെയിലായി പോയി, അത് പറയാനാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചേ. ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ നീ പറഞ്ഞതുപോലെ ഒരു പ്രതിമ എനിക്ക് എവിടുന്നും കിട്ടിയില്ല. എന്താ? അതെ. അപ്പോ ഈ പ്രതിമ നീയല്ലേ അയച്ചത്? വീണ്ടും പ്രതിമയോ? എടാ, കിട്ടാത്ത പ്രതിമ ഞാൻ എങ്ങനെ അങ്ങോട്ട് അയക്കുന്നേ? ശരി, കുഴപ്പമില്ല, വിട്ടുകളാ. അപ്പൊ ഈ പ്രതിമ ബിന്ദിയല്ല അയച്ചതെങ്കിൽ ഇതെങ്ങനെ ഇവിടെ എത്തിയത്? ചിലപ്പോ വേറെ കുഴപ്പമൊന്നും കാണില്ലായിരിക്കും. എന്റെ മനുഷ്യ, ഇഷ എവിടെയാണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവ് എന്നേക്കുമായി നഷ്ടപ്പെടും. അതൊരിക്കലും അനുവദിച്ചൂടാ. അപ്പൊ മനുഷ്യ, നമുക്ക് അകത്തേക്ക് പോവാം. വാ മോണിക്ക, എന്റെ പൊന്നു മോണിക്ക, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അത് കണ്ടില്ലേ? സൂരജ് ഒരു ഈച്ചയെ പോലും ആത്തേക്ക് കിടക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പോകുന്നേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല മണം. ദാ നോക്കിയേ, പലഹാരം. പലഹാരം. എന്റെ പൊന്നു മോണിക്ക, നീ അങ്ങോട്ട് പോലെ. ആരെങ്കിലും നമ്മളെ കണ്ടാ തീർന്നു. എന്നെ പിടിച്ചെടുത്തില്ലേ മനുഷ്യ? എന്റെ അമ്മയാണ് സത്യം. കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ച അതേ പലഹാരം കിഷൻ വലിയച്ഛന്റെ കടയിൽ എപ്പോഴും ഒരുപാടുണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് കൈവിട്ട് കളയൂല, കൈവിട്ട് കളയൂല. മോണിക്ക, വെയിറ്റ് 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 വെയിറ്റ്, നിർത്ത്. നീ ഇത് കണ്ട മോളെ? നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പലഹാരത്തെ രണ്ടുപേർക്കും പാതി പാതി കഴിച്ചാലോ? പിന്നെ ഈ ബാക്കി പലഹാരങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ചായക്കടയിൽ കൊണ്ടുപോയി വിറ്റാലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കും മോണിക്ക. ഇതൊക്കെ പണക്കാരുടെ പാർട്ടിയിൽ മാത്രം കാണുന്ന പലഹാരമാ. ഇത് കുറഞ്ഞത് ഒരു 100 രൂപയ്ക്കെങ്കിലും വിറ്റ് പോകാതിരിക്കില്ല. എന്നുവെച്ചാ ഇതുപോലത്തെ 5 പലഹാരത്തിന് 500 കിട്ടുന്നോ? അതെ. പിന്നെ നമ്മൾ ആ കാശ് കൊണ്ട് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു 20 പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കാലോ? 20 പലഹാരം ഉണ്ടാക്കിയ 20,000 രൂപ കിട്ടുമല്ലോ. അതിലൂടെ നമുക്ക് കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കാം. പിന്നീട് നമ്മൾ നമ്മുടെ അയൽപക്കത്തുണ്ടല്ലോ, ഈ പലഹാരത്തിന്റെ പേര് ഫേമസ് ആകും, ഒരുപാട് അറിയപ്പെടുമല്ലോ. പിന്നെ നമുക്കൊരു വലിയ ബേക്കറി ഇടാമല്ലോ. ബേക്കറിക്കാരി മോണിക്ക. പിന്നെ ആൾക്കാർ നമ്മുടെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തും. എടോ മനുഷ്യ, കോടികളുടെ സ്വപ്നം നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയതാ. നീ അത് വിട്ടുകള. സോറി മോണിക്ക, സോറി. ആരെങ്കിലും എന്നെ പ്രതിമയാണെന്ന് വെച്ച് എടുക്കുന്നതിന് മുന്നേ പ്രതിമ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനിയും ആളുകൾ ഞാൻ പ്രതിമയാണെന്ന് വെച്ച് എന്നെ എടുത്തോണ്ട് പോകും. ഇത് തന്നെയാണോ ആ സ്ഥലം? ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഈ പ്രതിമയ്ക്കകത്ത് ഇനി ആരെങ്കിലും എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു.
ഒരു കുഴപ്പമില്ല. എന്തായാലും കൃത്യസമയത്ത് തന്നെ പ്രതിമ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? എന്തായാലും രക്ഷപ്പെട്ടു. എന്തായാലും ഈ പ്രതിമ ഉണ്ടാക്കിയ ആളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്ത് ഭംഗിയായിട്ട് അയാൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അയാളൊരു മാന്ത്രികൻ തന്നെയാണ്. സത്യത്തിൽ ഈ പ്രതിമ കണ്ടാൽ ശരിക്കും ജീവനുള്ളത് പോലെ ഉണ്ട്. ഓഹോ, അപ്പൊ ബ്രഹ്മചാരിക്ക് കലയെ റെസ്പെക്ട് ചെയ്യാനൊക്കെ അറിയാം. ഇതിനെ നിന്റെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. അപ്പൊ എല്ലാം ഓക്കെ ആവും. ഈ പ്രതിമ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല. അശോക, രമേശേ, ഇവിടെ വാ. എന്റെ കൃഷ്ണ, ഇവരൊന്നും തടയും. ഇവരെല്ലാം കൂടി എന്നെ വന്ന് എടുത്തു പൊക്കിയ ആകെ പ്രശ്നമാവും. ഇവിടെ നിൽക്കുന്ന ഞാനൊന്ന് സൂര്യചറിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല. വല്യമ്മയ്ക്ക് 11,580 രൂപ സമ്പാദിച്ചു കൊടുക്കാൻ ഞാൻ ഒരിക്കലും എന്നെ സമ്മതിക്കില്ല. നിനക്കറിയാലോ കൃഷ്ണ, ഞാൻ ആ കാശ് സമ്പാദിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എനിക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. എന്റെ കൃഷ്ണ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഈ പ്രതിമയുടെ കൃത്യം ഈ സ്ഥലത്ത് തന്നെ വയ്ക്കണം. ഓക്കെ, മനസ്സിലായോ?